ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. ആ നീറ്റ് പരീക്ഷ SFIക്കാർ സത്യം പറയട്ടെ, SFIക്കാരായിക്കോട്ടെ, LDF ആയിട്ട് CPM ആയിക്കോട്ടെ, ഇവർ നേരാൻ പോകുന്നില്ല. അഞ്ചിന്റെ പൈസക്ക് ഇവരാരും നേരാകാൻ പോകുന്നില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. നോക്കൂ, തോറ്റ് പണ്ടാറടക്കി ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്ത ഒരു സർക്കാരിൻ്റെ പേരാണ് ഇടതുപക്ഷ സർക്കാർ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുപക്ഷെ കേരളം ഇനി അങ്ങോട്ട് ഒരു 15 വർഷത്തോളം എത്രത്തോളം വളരണോ അത് മുഴുവൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ UDF സർക്കാരിന് ചുമ്മാ ഇവിടെ വന്ന് ഒത്തിരുന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിരീക്ഷിച്ച് നടപ്പിലാക്കി പോയാൽ മതി. അതിനനുസരിച്ചിട്ട് LDF സർക്കാർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടും വയനാട്ടുകാർക്ക് ആ വീട് കൊടുത്തിട്ടും ഏതോ മുനമ്പത്ത് ഒരു വലിയ 7 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ തടയണ നിർമ്മിച്ചിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യം പലരും ചോദിക്കും. ആണെന്നേ, വോട്ട് കിട്ടാൻ വേണ്ടി തന്നെ അങ്ങനെ വിചാരിച്ചോളെ. ഇനി അങ്ങനെ വിചാരിച്ചോളെ, കഴിഞ്ഞ എത്രയോ കാലമായിട്ട് 19 വർഷമായിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. ഈ പറയുന്ന ഈ ചെല്ലാനത്ത് എത്ര തവണ അപകടം ഉണ്ടായിട്ടുണ്ട്. അവിടെ കോൺഗ്രസ് അല്ല ഭരിച്ചിരുന്നത്, അത് ക്രിസ്ത്യൻ മിഷണറിമാർ നിയമിക്കുന്ന ആൾക്കാർ മാത്രമല്ല അവിടെ ഭരിച്ചിരുന്നത്, അല്ലേ? അവർ മാത്രമേ ജയിപ്പിച്ചിട്ടുള്ളൂ. അവിടേക്ക് കമ്മ്യൂണിസ്റ്റുകാരെ കയറാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. എന്നിട്ടും അവിടെ ഒരു ഇടതുപക്ഷക്കാരൻ ജയിച്ചപ്പോൾ ഒരു 10 വർഷം ഭരണം കിട്ടിയപ്പോൾ 7 കിലോമീറ്ററോളം 1000 കോടി രൂപയ്ക്ക് ഒരു തടയണ അങ്ങ് നിർമ്മിച്ചു. എന്നാ ഭംഗിയെന്നറിയോ? ആ തടയണ ഭാഗമായിട്ട് ഭംഗി മാത്രമല്ല, അവിടുത്തെ വീട്ടുകാർക്ക് ഇപ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട്. ഒരു തുള്ളി പോലും, തിരമാലയുടെ ഒരു തരിമ്പ് പോലും അവരുടെ വീടുകളിലേക്ക് വരില്ല എന്ന് അവർ തന്നെ ഉറപ്പിച്ച് പറയുന്നു. എന്നിട്ട് എന്താ കിട്ടിയേ? അവര് കൂടി ഇത്തവണ UDFന് വോട്ട് ചെയ്തിട്ട് പിണറായി വിജയൻ ഗവൺമെന്റിനെ 3ാമത്തെ തവണ നിങ്ങൾ വരണ്ട, ഞങ്ങൾക്കൊരു ചേഞ്ച് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചേഞ്ച് ഉണ്ടാക്കി. ഇങ്ങനൊക്കെ അടിങ്ങനെ പിന്നാലെ ഇരന്ന് കിട്ടിയ LDFും CPMും SFIയും DYFIയും ഇവറ്റകൾക്കൊക്കെ മുണ്ടാതെ കുത്തിരുന്നൂടെ? കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ക്രമക്കേടുകൾ ഉണ്ടായിരിക്കുന്നു. ഇതാ SFIക്കാർ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ല കുട്ടികളെ? എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുക. അതിന്റെ ചോദ്യ പേപ്പർ സ്വകാര്യ കോച്ചിങ് സെന്ററുകൾക്ക് ചോർത്തി നൽകിയതിനെതിരെ ആ കോച്ചിങ് സെന്ററുകൾക്ക് ചോർത്തി നൽകിയ വിവരം പുറത്തു വന്ന സത്യം പറഞ്ഞ ഒരു വലിയ വിഷയമാണ്, ഒരു ഗംഭീര വലിയ വിഷയമാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഗവൺമെന്റ് കുടുങ്ങിപ്പോകുന്ന വിഷയമാണ്. അതിന് ഇവിടെ ഗവൺമെന്റ് വേണ്ടേ? ഇവിടെ ആരാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന തല്ലാണ്. നമ്മുടെ നാട്ടുകാരൊക്കെ അപമാനപ്പെടുത്തുന്ന തല്ലിലേക്കാണ് ഇവർ നീങ്ങിയിരിക്കുന്നത്. ഇനി സംഗതി അതൊന്നല്ല, ഇവർ ശരിയാവില്ല എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് അല്പം തോന്നിപ്പോയി. നോക്കി, ഇതാ നിങ്ങൾക്കിപ്പോൾ അത് കാണാൻ കഴിയുന്നുണ്ടാവും. നിങ്ങളിത് കാണണം. തണലൊറുക്കി CPIM വേറൊരു പണിയില്ല. പൂപ്പാറയിലെ കുടിയൊഴിപ്പിക്കട്ട കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ഇടപെടലുകൾ തുടങ്ങി. ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് അറിയിച്ചു. ഒരു പണിയില്ല. സത്യം, CPMന് ഒരു പണിയില്ല. മുണ്ടാതെ കുത്തിരുന്നൂടെ? പൂപ്പാറ വിഷയം നിങ്ങൾക്ക് എന്താ അറിയാവോ? ഇനിയിപ്പോൾ അത് അറിയില്ലെങ്കിൽ അതൊന്ന് കേൾപ്പിച്ചു തരാം, എന്നിട്ട് കാര്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ സ്വീകരിക്കാമെന്ന് പിന്നീട് അധികൃതർ ഉറപ്പ് നൽകിയതോടെയാണ് സംഘർഷാവസ്ഥ ഒഴിവായത്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തതാണ്. പ്രത്യേകിച്ച് അവിടെ കോടതി ഉത്തരവിനെ തുടർന്നാണ് നിരവധി കുടുംബങ്ങൾ കുടിയിറക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മുടെ ഇടുക്കിയില് നിരവധി കുടുംബങ്ങൾ കുടിയിറക്കപ്പെടുന്ന ഒരു വലിയ വിഷയം നടക്കുന്നുണ്ട്. കുടിയിറക്കപ്പെട്ടു. 12ഓളം ആളുകൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ ഇപ്പോൾ വാടക വീടുകളിലേക്ക് മാറിയിരിക്കുന്നു. ഇടുക്കിയിൽ പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നദിയുണ്ട്. ആ ഒരു നദിയുടെ കരയിൽ ഇവർ വീടുകൾ വെച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായിട്ട് ഇവർ അവിടെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താമസം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും കൂടി തോന്നിയത്, ഒരുപക്ഷെ അവിടുത്തെ അധികൃതർക്ക് എല്ലാവർക്കും കൂടി തോന്നിയത്, ആ വഴി വലിയ പ്രശ്നമാണ്, അവിടെ നദിയിൽ വെള്ളം പൊങ്ങും, അത് ഇവർക്ക് വലിയ അപകടമാവും, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വലിയ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴവർ വീട് വെച്ചിരിക്കുന്ന സ്ഥലം അനധികൃതമായിട്ട് അവർ കയ്യേറിയ സ്ഥലമാണെന്നും ആ കയ്യേറിയ സ്ഥലത്ത് നിന്ന് അവർ മാറണമെന്നും പറഞ്ഞിട്ട് അവർക്ക് നോട്ടീസുകൾ കൊടുത്തിരുന്നു. നോക്കൂ, നോട്ടീസ് കൊടുത്ത കാലഘട്ടം മുഴുവൻ എങ്ങനെയാണ് അവരെ മാറ്റിപ്പാർപ്പിക്കുക എന്ന് ഒരുപക്ഷെ ഇടതുപക്ഷ ഗവൺമെന്റ് ആലോചിച്ചിട്ടുണ്ടായിരിക്കും.
ഇടതുപക്ഷ ഗവൺമെന്റ് ആ നോട്ടീസുകൾ ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോയിരുന്നു. ഒരു പക്ഷേ മൂന്നാമത്തെ തവണയും ഇവർ തന്നെയാണ് അധികാരത്തിൽ കയറുന്നതെങ്കിൽ ഇവരുടെ കാര്യത്തിൽ ഗവൺമെന്റ് നേരിട്ട് തന്നെ ഒരു തീരുമാനമെടുക്കുമായിരുന്നു. ശരിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കൈക്കൊള്ളേണ്ടത് UDF ഗവൺമെന്റാണ്. പക്ഷേ ഇവന്മാര് ഇതുവരെയും അവരെ മന്ത്രിമാരെയും മറ്റും തീരുമാനിച്ചിട്ടില്ല. ഇതിന്റെ ഭാഗമായിട്ട് കേരളം അതിഭീകരമായിട്ടുള്ള ഒരു സ്തംഭനത്തിലേക്ക്, എല്ലാ തരം ഓഫീസുകളും അതിഭയങ്കരമായിട്ടുള്ള സ്തംഭനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വസ്തുതയാണ്. ട്രഷറി അടക്കം അടച്ചു പൂട്ടേണ്ട ഒരു ഭീഷണിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. എന്തായാലും ഇങ്ങനെ വലിയ വിഷയങ്ങൾ നമ്മുടെ കേരളത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണം മന്ത്രി കസേര എന്ന് പറയുന്ന ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ UDFകാരെന്ന് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞത് നോക്കൂ, ആ ഒരു വിഷയം ആ ഒരു പൂപ്പാറയിൽ സംഭവിച്ചപ്പോൾ എന്തേ UDFകാർ ഇടപെട്ടില്ല? എന്തുകൊണ്ട് ഇടപെട്ടില്ല? അവരല്ലേ ഭരണത്തിൽ നിൽക്കുന്നേ. സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ ആ ഒരു പ്രദേശത്തെ UDFകാരെങ്കിലും കോൺഗ്രസ്സുകാരെങ്കിലും പോയി ഇടപെടണ്ടേ? അറ്റ്ലീസ്റ്റ് അത് സ്റ്റോപ്പ് മെമ്മോ എങ്കിലും കൊടുക്കാനുള്ള ഒരു ഏർപ്പാടെങ്കിലും ചെയ്യണ്ടേ? നോക്കി, എത്ര കാലമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളാണ്. 19 വർഷമായിട്ട് അവരവിടെ ഉണ്ട്. ഇപ്പോഴാണ് അതൊരു അനധികൃതമായിട്ടുള്ള സ്ഥലമാണ്, കയ്യേറിയതാന്നൊക്കെ കണ്ടെത്തിയത്. ആണെങ്കിൽ അത് കയ്യേറി വീട് വെച്ച് അവരിന് വൈദ്യുതി കിട്ടി അവിടെ താമസിക്കാൻ തുടങ്ങി, അതിന് നികുതി അടയ്ക്കുന്നു. ഇക്കാലം അത്രയും അതൊരു അനധികൃത സ്ഥലമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും മനസ്സിലായില്ലേ? ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെയായാലും വീടുകളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞു. 12ഓളം ആളുകൾക്ക് വീടുകളില്ല. അവർ വാടക വീട്ടിലേക്ക് താമസം മാറിയിരിക്കുന്നു. അതിഭീകരമായിട്ടുള്ള കരച്ചിലായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് എന്നിട്ട് ഇപ്പോഴും തോറ്റമ്പിപ്പോയ LDFകാർ CPMകാർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അവർ വീട് പണിക്ക്, അവർക്ക് വേണ്ട വീട് പണി ഞങ്ങൾ തുടങ്ങാം, CPM തുടങ്ങാം. ഇവന്മാർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നേ. CPMകാർ ഒരാളുകൾക്ക് ആർക്കെങ്കിലൊക്കെ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കും, ഒരു സംശയവും വേണ്ട. ഇപ്പോഴതാ അവരുടെ സംരക്ഷണ ചുമതല CPM ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തിൻ്റെ ആവശ്യമുണ്ട്? ഇനി അവരെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കും. വീടില്ലാത്ത 12 പേർക്ക് ഒരുപക്ഷെ CPM വീട് വെച്ചു കൊടുക്കും. അടുത്ത തവണ ഒരു 5 വർഷം കഴിഞ്ഞ് ഇലക്ഷൻ വരും. ആ 12 വീട്ടുകാരും UDFന് തന്നെ കുത്തും. അങ്ങനെ 8ന്റെ പണി, പുറകിൽ നിന്ന് കുത്തുന്ന പണി ഇവന്മാർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിലുള്ള തെളിവുകളൊക്കെ നമ്മുടെ മുമ്പിലത് ഒന്ന് വയനാടാണ്, പിന്നെ ആ ഒരു വലിയ തടയണ കിട്ടിയ സ്ഥലമാണ്. ഇങ്ങനെ നമ്മൾക്ക് ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ കേരളം മുഴുക്കെ എന്തിൻ്റെ കുറവാണ് കേരള ജനതയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് നമ്മളിപ്പോൾ ചോദിക്കണം. എന്തിൻ്റെ കുറവുണ്ടായിരുന്നത്? എല്ലാതും വളരെ കൃത്യമായി നടന്നിരുന്നു. നാട്ടുകാർക്ക് ആകെ ഒറ്റ വിഷയമുള്ളൂ, പിണറായി വിജയൻ ചിരിക്കണില്ല. പിണറായി വിജയന്റെ ചിരി മാത്രമായിരുന്നു നാട്ടുകാർക്ക് പ്രശ്നം. 24 മണിക്കൂർ ചിരിക്കുന്ന ഒരാൾ വേണം. ഇപ്പൊ 24 മണിക്കൂർ ചിരിക്കുന്ന VD സതീശൻ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടോ? 100 ചില്ലറ സീറ്റോട് കൂട്ടിയേ ജയിച്ചിട്ടുള്ളത്. എന്നാൽ ഇവന്മാരൊന്നും ഭരിക്കുമോ? ഇല്ല, ഭരിക്കാൻ ഇവർക്ക് സമയമില്ല. ഇങ്ങനെ അതിഭീകരമായിട്ടുള്ള രസകരമായിട്ടുള്ള തല്ലിലൂടെയാണ് ഇപ്പോൾ അവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അധികാര കസേര ആർക്ക് കിട്ടുമെന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ഇവർക്ക് ഇതിനൊന്നും സമയമില്ല. ജനങ്ങളുടെ കാര്യങ്ങൾ, വീട് ആരെങ്കിലും നശിച്ചു, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങളെ സീറ്റ് ഒന്ന് ഉറപ്പിക്കട്ടെ. 12 പേര് കിടപ്പാടുമില്ലാത്ത കരയുന്നു, ഞങ്ങൾക്ക് സമയമില്ലോട്ടെ, ഞങ്ങൾ ഏത് കസേര ഞങ്ങൾക്ക് കിട്ടണ്ടെന്ന് ഉറപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള തല്ലാണ്. കേരളത്തിലെ ജനതയെ കുറിച്ചിട്ട് 1% ഇവർക്കൊരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഇലക്ഷന് മുമ്പ് തന്നെ തീരുമാനിക്കില്ലേ ഇന്നയാൾ മുഖ്യമന്ത്രി ആയാൽ മതിയെന്ന്? അതല്ല വേണ്ടത്. ഇന്ന് ഇത്രയൊക്കെ തല്ലുണ്ടോ? ഇലക്ഷൻ ആ റിസൾട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം പന്തലിട്ട് ആഘോഷം കഴിഞ്ഞ്, ഇതിപ്പോൾ ആഘോഷത്തിനൊക്കെ വാങ്ങിച്ചു വെച്ച പടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഴയിൽ കുതിർന്നുകൊണ്ടിരിക്കുക. ആഘോഷത്തിനൊക്കെ വാങ്ങിച്ചു വെച്ച ഈ ആഘോഷ പരിപാടികൾക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ബുക്ക് ചെയ്തിരിക്കുന്ന ഈ കൊട്ടുകാരൊക്കെ ആകെ കുടുങ്ങി കിടക്കുകയാണ്. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ബൈ.